രാഹുൽ ഗാന്ധിയെ ചിലർ പറ്റിക്കുകയാണ്. യഥാർത്ഥ കോൺഗ്രസുകാർ എവിടെയെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു മുതിർന്ന നേതാവ് ആ പാർട്ടി വിട്ടിരിക്കുകയാണ്. 35 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് അശോക് സിംഗ് ആണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനാകട്ടെ ഇതോടുകൂടി വൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിനുള്ളിൽ ഈ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ നിന്നും കോൺഗ്രസിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഈ മുതിർന്ന നേതാവായ, അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗവുമായ അശോക് സിംഗ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയിരിക്കുന്നത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും വിശ്വസ്തരായ പ്രവർത്തകരെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തന്നെ അടുത്തിടെ മാത്രം പാർട്ടിയിൽ ചേർന്നവർക്ക് ഉന്നത പദവികൾ നൽകുന്നതിനെതിരെ അദ്ദേഹം കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി ഇപ്പോൾ ചിലരാൽ തന്നെ വഞ്ചിക്കപ്പെടുകയാണ് എന്നും യഥാർത്ഥ കോൺഗ്രസുകാർ പാർട്ടിയിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നതാണ് രാജിവെച്ചതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ കഴിഞ്ഞ 35 വർഷമായി താൻ സജീവമായി തന്നെ പ്രവർത്തിക്കുകയാണ് എന്നും ഇന്ന് യഥാർത്ഥ കോൺഗ്രസുകാർ എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാകുന്നതായും അദ്ദേഹം പറയുന്നു. 1-2 വർഷം മുൻപ് മാത്രം തന്നെ പാർട്ടിയിലേക്ക് വന്നവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ അവിടെ നൽകുമ്പോൾ വർഷങ്ങളായി തന്നെ പാർട്ടിയെ താങ്ങി നിർത്തിയവർ എന്തു ചെയ്യണമെന്നും അദ്ദേഹം ചോദിച്ചു. പുതിയ ആളുകളെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്ന ഇത്തരം സംഘടനാ തീരുമാനങ്ങൾ പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും തനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നതാണ് അശോക് സിംഗ് ആകട്ടെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയാണ് അശോക് സിംഗ് തന്റെ അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു രാജി മല്ലികാർജുൻ ഖാർഗെക്ക് മുൻപാകെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് കോൺഗ്രസ് അച്ചടക്ക സമിതി തനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ അതീവ ദുഃഖിതനാണ് എന്നും അദ്ദേഹം ഈ ഒരു രാജ്പത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനെ സ്വാഗതം ചെയ്യുന്നതിനായി തന്നെ സംഘടിപ്പിച്ച ഒരു BJP ചടങ്ങിൽ പങ്കെടുത്തതിനെ തുടർന്നുകൊണ്ടാണ് അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജൂലൈ 4-ന് അശോക് സിംഗ് കോൺഗ്രസ് നോട്ടീസ് അയച്ചത്. നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ അംഗം, യൂത്ത് കോൺഗ്രസ് നേതാവ്, ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാല വക്താവ് എന്നീ നിലകളിലെല്ലാം തന്നെ കോൺഗ്രസിന് വേണ്ടി താൻ ചെയ്ത 35 വർഷത്തെ സേവനങ്ങളെ അദ്ദേഹം ഈ രാജിപത്രത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ കൽക്കരി അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാം ഗോപാൽ അഗർവാളിനെതിരെ നിയമ നടപടികൾ പുനരാരംഭിക്കുന്ന അല്ലെങ്കിൽ അത് പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ കൂടുതൽ ആഘാതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ മുതിർന്ന നേതാവ് രാജിവെച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഇദ്ദേഹമാകട്ടെ ഒരു BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തു, BJP സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതിനെ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു രീതിയിൽ അദ്ദേഹത്തിനെതിരെ തിരിയുകയും അതിനാൽ തന്നെ ഉണ്ടായ സമ്മർദ്ദത്താലാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത് എന്നതാണ് വ്യക്തമായിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.